100 കോടി ഇടപാടിൽ കേജ്രിവാളിനുള്ള പങ്കെന്ത്? ഇടപാടിൽ കേജ്രിവാളിന്റെ മുഖം രക്ഷിക്കാൻ രാഹുൽ. നോക്കാം വിശദമായി. മദ്യനയവും കള്ളപ്പണം വെളുപ്പിക്കലും പൊതുവേദിയിൽ ചർച്ചയാകുകയാണ്. മദ്യ വ്യവസായികളെയും ഇടനിലക്കാരെയും കൂട്ടുപിടിച്ച് അരവിന്ദ് കേജ്രിവാൾ നടത്തിയ അഴിമതിയുടെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ വട്ടമിട്ട് പറക്കുന്ന വേറെയും കേസുകളുണ്ട്. അപകീർത്തി കേസുകൾ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി അപകീർത്തിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഗുജറാത്തി സർവകലാശാലയുമായി നടന്നുവരുന്ന കേസുകളുടെ പൊല്ലാപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അന്തരിച്ച BJP നേതാവ് അരുൺ ജെയ്റ്റ്ലി അടക്കം പല പ്രമുഖ നേതാക്കളെയും പരാതികളും കേസുകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. AAPക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോസ്റ്റർ പതിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതടക്കം നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. മദ്യനയം തന്നെ എടുക്കാം. മദ്യനയത്തിൽ വന്ന ക്രമക്കേടിൽ ഖജനാവിന് 2873 കോടി രൂപയുടെ നഷ്ടമാണുള്ളത്. ഡൽഹിയിൽ തന്നെ കോളിളക്കവും വിവാദവും തീർത്ത അറസ്റ്റുകളിൽ ഒന്നായിരുന്നു കേജ്രിവാളിൻ്റെത്. മദ്യമാഫിയകളുമായി കൂടിച്ചേർന്ന് നടത്തിയ പങ്ക് കച്ചവടത്തിൽ 100 കോടിയിലധികം കേജ്രിവാൾ കോഴ വാങ്ങിയതായാണ് EDയുടെ കണ്ടെത്തൽ. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ കേജ്രിവാളിന്റെ വസതിയിൽ ഇരച്ചിപ്പാനെത്തിയ ED സംഘം കേജ്രിവാളിന്റെ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കുടുംബാംഗങ്ങളും ജീവനക്കാരും നേതാക്കളും അടക്കം ഫോണിൽ കേജ്രിവാളിന്റെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവരുടെ ഫോണുകൾ പിടിച്ചെടുത്ത ശേഷമായിരുന്നു ചോദ്യം ചെയ്യൽ. ഇപ്പോൾ അറസ്റ്റിൽ തുടരുന്ന കേജ്രിവാളിനെ പുറത്തിറക്കാൻ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ആയുധമായി കേജ്രിവാളിന്റെ അറസ്റ്റിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ BJPക്ക് വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസ് നോട്ടമിടുന്നത് കേജ്രിവാളിന്റെ അറസ്റ്റാണ്. നിയമവിരുദ്ധമായ ക്രമക്കേടുകൾ ED കണ്ടെത്തിയ സാഹചര്യത്തിൽ അറസ്റ്റിൽ തുടരുന്ന കേജ്രിവാളിന്റെ ഭാവി തുലാസിലാണ്. മനീഷ് സിസോദിയ അടക്കം ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ കേജ്രിവാളിന്റെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്നു കാണാം.